സാമ്പിൾ സ്പേസ് ഓരോ ബ്രാൻഡ് എക്സ്പെരിമെന്റിലും സാമ്പിൾ സ്പേസ് എഴുതുന്നത് അതെല്ലാം നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ ഇവന്റ്സ് പറഞ്ഞു. കുറേ ഇവന്റ്സ് ഒക്കെ നമ്മൾ എഴുതുകയും അതിൻ്റെ ഓപ്പറേഷൻസ് ഓൾജിബ്ര അതായത് യൂണിയൻ, ഇന്റർസെക്ഷൻ, കോംപ്ലിമെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയും ചെയ്തായിരുന്നു. അതൊക്കെ എല്ലാവരും ശരിക്കും പഠിച്ചല്ലോ അല്ലേ? ഇനി നമുക്ക് ഇനി പഠിക്കാൻ പോകുന്ന പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ്. നമ്മൾ പ്രോബബിലിറ്റി പറയണമെങ്കിൽ ആദ്യം ഇവന്റ്സ് പറയണമായിരുന്നു. അതുകൊണ്ടാണ് സാമ്പിൾ സ്പേസും ഇവന്റ്സും ഒക്കെ പറഞ്ഞത്. ഇനിയിപ്പോൾ പ്രോബബിലിറ്റിയിലേക്ക് കിടക്കണം. പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ്. പ്രോബബിലിറ്റി ഇപ്പൊ നമ്മൾ ടോസിങ് എ കോയിൻ സാമ്പിൾ സ്പേസ് എസ് എഴുതിയാൽ എച്ചും ടിയും വരും, ടിയും ഈ സാമ്പിൾ സ്പേസിൽ എച്ചും വരും, ടിയും വരും. ടോസിങ് എ കോയിൻ. അപ്പോൾ നിങ്ങൾക്ക് എച്ച് കിട്ടാനുള്ള ചാൻസ് എന്തുമാത്രം? നമുക്ക് ഹെഡ് കിട്ടാനുള്ള ചാൻസ് എന്തുമാത്രം അറിയാമല്ലോ. 1/2 രണ്ടിലൊരു ചാൻസ്, രണ്ടിലൊരു ചാൻസാ. ടേല് കിട്ടാനുള്ള ചാൻസും രണ്ടിലൊരു ചാൻസാ. ഒരു ത്രോയിങ് എ ഡൈ സാമ്പിൾ സ്പേസ് എസ് എഴുതിയാൽ 1 തൊട്ട് 1, 2, 3, 4, 5, 6 1 തൊട്ട് 6 വരെയുള്ള ഔട്ട്കംസ് ആണ് നമ്മുടെ സാമ്പിൾ സ്പേസിൽ വരുന്നത്. അപ്പം അതിൽ 1 കിട്ടാൻ എന്തുമാത്രം ചാൻസാണ് ഉള്ളത്? 1 കിട്ടണമെങ്കിൽ 6 ഒരെണ്ണമല്ലേ, 1/6. 2 കിട്ടണമെങ്കിലും 1/6. നമുക്ക് ഇവിടെ ഇവന്റ്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം. എ എന്ന് പറയുന്നൊരു ഇവന്റ് ഈവൻ നമ്പർ എന്ന് പറയുമ്പോൾ 2, 4, 6. ഒരു ഈവൻ നമ്പർ കിട്ടാനുള്ള ചാൻസ് എന്തുമാത്രം? ഈവൻ നമ്പർ കിട്ടാണ്ട് 2 വന്നാൽ ഈവൻ നമ്പറായി, 4 വന്നാൽ ഈവൻ നമ്പറായി, 6 വന്നാൽ ഈവൻ നമ്പറായി. ആകെ 2 നമ്പേഴ്സേ ഉള്ളൂ, ഈവൻ നമ്പർ, ഓഡ് നമ്പേഴ്സ്. ഈവൻ നമ്പർ കിട്ടാനുള്ള ചാൻസ് 1/2 ആണ്. ഓഡ് നമ്പർ കിട്ടാനുള്ള ചാൻസ് 1/2 ആണ്. 1/2 നമുക്ക് എഴുതാം. ഈവൻ നമ്പർ കിട്ടാനുള്ള ചാൻസ് 1/2 ആണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇത് മൂന്നിലേത് വേണമെങ്കിലും വരാം. അപ്പൊ നമ്മൾ ഏതൊരു ഇവന്റ് എടുത്താലും, ഏതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇവന്റാ, ഏതൊരു ഇവന്റ് എടുത്താലും ആ ഇവന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റിയൽ നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ കോയിന്റെ കേസിൽ എച്ച് കിട്ടാണ്ട് 1/2 ആണ്, ടേല് കിട്ടാനും 1/2 ആണ്. അതുപോലെ നമ്മൾ ഡൈയുടെ കേസൊക്കെ പറഞ്ഞു. എന്താണെങ്കിലും ഏത് ഇവന്റ് എടുത്താലും ആ ഇവന്റ് കിട്ടാനുള്ള ചാൻസ് അതിനോട് അസോസിയേറ്റ് ചെയ്ത ഒരു റിയൽ നമ്പർ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. ഏതൊരു ഇവന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റിയൽ നമ്പർ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ആ റിയൽ നമ്പറിന് പറയുന്ന പേരാണ് പ്രോബബിലിറ്റി. അപ്പം ഒരു ഇവന്റ് എ, ഇപ്പൊ ഈ ഇവന്റ് എ ആണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി നമ്മൾ പി ഓഫ് എ എന്ന് ഡിനോട്ട് ചെയ്യും. പി ഓഫ് എ എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഏതൊരു ഇവന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു റിയൽ നമ്പർ കിട്ടും. ആ റിയൽ നമ്പറിന് പറയുന്ന പേരാണ് പ്രോബബിലിറ്റി ഓഫ് ദ ഇവന്റ് ഡിനോട്ടഡ് ബൈ പി ഓഫ് എ. അപ്പം പ്രോബബിലിറ്റി നമ്മൾ ഒരു ഇവന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന റിയൽ നമ്പർ. ആ റിയൽ നമ്പറിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ആ റിയൽ നമ്പറിന്റെ വാല്യൂ 0യുടെയും 1ന്റെ ഇടയ്ക്ക് കിടക്കുള്ളൂ. അപ്പം 0 തൊട്ട് 1 വരെ ആവുള്ളൂ. 0 കുറയത്തില്ല, അതായത് നെഗറ്റീവ് വരത്തില്ല, 1ൽ കൂടത്തില്ല. പ്രോബബിലിറ്റി ഓൾവേസ് ലൈസ് ബിറ്റ്വീൻ 0 and 1. അപ്പൊ നമ്മുടെ ചാൻസ് ഒന്നെങ്കിൽ 0% അല്ലെങ്കിൽ 100%. 0% നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 0 തന്നെ വരും. 100% കൺവേർട്ട് ചെയ്യുമ്പോൾ 100/100 1 വരും. 0യ്ക്കും 1നും ഇടയ്ക്കാണ് എല്ലാ പ്രോബബിലിറ്റിയും കിടക്കുന്നത്. 0 കുറയത്തില്ല, നെഗറ്റീവ് ആകത്തില്ല, 1ൽ കൂടത്തില്ല. അത് ശ്രദ്ധിച്ചോളാം. പ്രോബബിലിറ്റി ലൈസ് ബിറ്റ്വീൻ 0 and 1. പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ഒരു ഇവന്റ് ഏതെന്നാൽ പ്രോബബിലിറ്റി ഓഫ് ദി ഇവന്റ് പി ഓഫ് എ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പി ഓഫ് എ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ദി ഇവന്റ് എ, പി ഓഫ് എ ഈക്വൽ ടു number of outcomes favorable to a, number of outcomes favorable to a, divided by total number of outcomes, number of outcomes favorable to a. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു n of a, നമ്പർ ഓഫ് ഔട്ട്കംസ് ഇൻ ഇവന്റ് എ. ഇവന്റ് എയിൽ എത്ര ഔട്ട്കംസ് ഉണ്ടെന്ന് നോക്കിയാൽ n of a ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ആണ്. ടോട്ടൽ നമ്പർ എവിടെയുള്ളതാ? സാമ്പിൾ സ്പേസിലുള്ളത് n of s. ഇതാണ് പ്രോബബിലിറ്റി ഓഫ് ദി ഇവന്റ് എ. പി ഓഫ് എ ഈക്വൽ ടു n of a ബൈ n of s. ഇതാണ് പ്രോബബിലിറ്റി. പി ഓഫ് എ ഈക്വൽ ടു n of a ബൈ n of s. ക്ലിയർ ആയില്ലേ? പ്രോബബിലിറ്റി ഓഫ് ദി equation പഠിച്ചോണം. പ്രോബബിലിറ്റി ഓഫ് ദി ഇവന്റ് പി ഓഫ് എ, നമ്പർ ഓഫ് ഔട്ട്കംസ് ഫേവറബിൾ ടു എ, n of a ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ആണ് n of s, n of a ബൈ n of s. അത് ക്ലിയർ ആയല്ലോ? ഇനി പ്രോബബിലിറ്റിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു 3 ആക്സിയം ഉണ്ട്. ആക്സിയം മീൻസ് തിയറംസ് വിതൗട്ട് പ്രൂഫ്, തെളിവ് ആവശ്യമില്ലാത്ത തിയറത്തിനെ. നമ്മൾ സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു, അതിന് തെളിവൊന്നും ആവശ്യമില്ല, അത് അക്സെപ്റ്റഡ് നമ്മൾ എപ്പോഴും അക്സെപ്റ്റ് ചെയ്തേക്കുന്ന സംഗതിയാണ്.
അപ്പം അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ആക്സിയം എന്ന് പറയുന്നത്. പ്രൂഫ് ആവശ്യമില്ല, അല്ലാതെ തന്നെ അത് ക്ലിയർ ആണ്. അങ്ങനെയുള്ള തിയറംസ് വിത്തൗട്ട് പ്രൂഫ് തെളിവ് ആവശ്യമില്ലാത്ത തിയറത്തിനാണ് നമ്മൾ ആക്സിയം എന്ന് പറയുന്നത്. ഈ പ്രോബബിലിറ്റി 3 ആക്സിയം ഉണ്ട്. ഒന്നാമത്തേന്ന് പറയുന്നത് ഈച്ച് പ്രോബബിലിറ്റി ലൈസ് ബിറ്റ്വീൻ 0 and 1. നമ്മളിപ്പം പറഞ്ഞ തന്നെയാണ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് എ, പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഫോർ എവരി ഇവന്റ് എ. 0യ്ക്കും 1നും ഇടയ്ക്കാണ് ഏത് ഇവന്റ് എടുത്താലും പ്രോബബിലിറ്റി കിടക്കുന്നത്, അതിന് മാറ്റമില്ല. അതാണ് ഫസ്റ്റ് ആക്സിയം, ഒന്നാമത്തെ ആക്സിയം. പ്രൂഫ് ഒന്നും ആവശ്യമില്ല. രണ്ടാമത്തെ ആക്സിയം പറയുന്നത് നമ്മുടെ ഇമ്പോസിബിൾ ഇവന്റ് ആയ 5, അതിന്റെ പ്രോബബിലിറ്റി എത്രയാണ്? 5 എന്ന് പറഞ്ഞാൽ ഒരിക്കലും സംഭവിക്കില്ലാത്ത, ഒരു ചാൻസും ഇല്ലാത്തതാണ് 5. അതിന്റെ പ്രോബബിലിറ്റി അപ്പോൾ എത്രയാണ്? ദാറ്റ് ഈസ് 0. സാമ്പിൾ സ്പേസിന്റെ പ്രോബബിലിറ്റി, സാമ്പിൾ സ്പേസിന് ഷുവർ ഇവന്റ് എപ്പോഴും സംഭവിക്കുന്നത് 100%. നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എലിമെന്റ് ഉറപ്പായിട്ട് സാമ്പിൾ സ്പേസില്ല. അപ്പോൾ നമുക്ക് സാമ്പിൾ സ്പേസിന്റെ പ്രോബബിലിറ്റി കാണുമ്പോൾ ഇതിന്റെ ഇക്വേഷൻ കൊടുത്താൽ മതി. n/n/s, പ്രോബബിലിറ്റി ഓഫ് എ വരുമ്പോൾ n/n/s, പി ഓഫ് ബി വരുവാണ് n/b/n/s. താഴെ n/sന് മാറ്റമൊന്നുമില്ല, മേളിലാണ് മാറുന്നത്. പി ഓഫ് എ കാണുമ്പോൾ n/a മേളിൽ വരും. അപ്പം പി ഓഫ് എസ് കാണുമ്പോൾ n/s മേളിൽ വരും. n/s/n/s അത് 1. ഇവിടെ പി ഓഫ് ഐ കാണുമ്പോൾ n/i, n/i 0 അല്ലേ, 0 എന്ത് വന്നാലും 0 ആണ്. അപ്പോൾ നമുക്കിതാണ് രണ്ടാമത്തെ ആക്സിയം. 5യുടെ പ്രോബബിലിറ്റി 0, സാമ്പിൾ സ്പേസിന്റെ പ്രോബബിലിറ്റി 1. മൂന്നാമത്തെ ആക്സിയം പറയുന്നതാണ് എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് ആണെങ്കിൽ, അതായത് ഡിസ്ജോയിന്റ് ഇവന്റ് ആണെങ്കിൽ, രണ്ടും രണ്ടായിട്ട്, ഡിസ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടായിട്ട് എടുക്കും. എ ഇവിടെ ബി ഇവിടെ, കോമൺ പാർട്ട് ഇല്ല. അങ്ങനെ വരുവാണെങ്കിൽ പി ഓഫ് എ യൂണിയൻ ബി, ഡിസ്ജോയിന്റ് ഇവന്റ്സ് ആണെങ്കിൽ യൂണിയനിന്റെ പ്രോബബിലിറ്റി കാണുന്നത്, യൂണിയൻ മീൻസ് ഫുൾ അല്ലേ, ഇതും വരും ഇത് ഫുള്ളും വരും. അപ്പം പ്രോബബിലിറ്റി കാണാനായിട്ട് രണ്ടിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പറാണ്. പ്രോബബിലിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ പ്രോബബിലിറ്റി കാണുക, ഇതിന്റെ പ്രോബബിലിറ്റി കാണുക, രണ്ടിനെ ആഡ് ചെയ്താൽ മതി. രണ്ടും രണ്ടായിട്ട് കിടക്കുന്നു. ഡിസ്ജോയിന്റ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. എയും ബിയും സെറ്റ് ആയതുകൊണ്ടാണ് അതിന്റെ ഓപ്പറേഷൻ യൂണിയൻ വന്നത്. ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്കും പ്രോബബിലിറ്റി ആയിട്ട് മാറും, അപ്പോൾ അത് നമ്പേഴ്സ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് അഡീഷൻ വന്നത്. അപ്പം യൂണിയനിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് സം ഓഫ് ദ പ്രോബബിലിറ്റീസ് ആണ്. ഡിസ്ജോയിന്റ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് ആണ്. നമ്മൾ ഡിസ്ജോയിന്റിനെക്കാട്ടിലും കൂടുതൽ ഉപയോഗിക്കുന്ന മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ ടേമാണ്. അപ്പം അത് നിങ്ങൾ ക്ലിയർ ആക്കി വെച്ചോണം. അപ്പോൾ എയും ബിയും രണ്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് ആണെങ്കിൽ പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആയിരിക്കും. ഓക്കെ അല്ലേ, ക്ലിയർ ആണല്ലോ. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ഈ ആക്സിയംസ് ഓർത്ത് വെച്ചോണം. ഇനി നമുക്ക് പ്രോബബിലിറ്റിക്ക് കുറച്ച് 2-3 തിയറംസ് ഉണ്ട്. അടുത്ത പറയാൻ പോകുന്നത് അഡീഷൻ തിയറമാണ്. അഡീഷൻ തിയറം ഓൺ പ്രോബബിലിറ്റി. നമ്മൾ ആക്സിയത്തിനകത്ത് പറഞ്ഞായിരുന്നു, തേർഡ് ആക്സിയത്തിൽ പറഞ്ഞു if A and B are two mutually exclusive events, then P of A union B എന്ന് പറയുന്നത് P of A plus P of B ആണ്. അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് ആണ്. ഇവിടെ പറയാൻ പോകുന്നത് അഡീഷൻ തിയറത്തിൽ പറയാൻ പോകുന്നത് if A and B are any two events, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയ ഇന്റർസെക്ഷൻ 5 ആവണമെന്നൊന്നുമില്ല, any two events ഇന്റർസെക്ഷൻ ഒക്കെ വരാം. അങ്ങനെ വരുവാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി, പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. ഇതിന് സിമിലർ ആയിട്ട് സെറ്റിനകത്ത് പഠിച്ചതാണ്. എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എന്നെ മാറ്റി പി ആക്കിയാൽ മതി. തിരിച്ചും പറയാം, ഓർ ഇന്റർസെക്ഷൻ ഇങ്ങോട്ടും യൂണിയൻ അങ്ങോട്ടും ഇടാം. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. എങ്ങനെ വേണമെങ്കിലും പറയാം. പ്രൂഫ് വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് എ, പി ഓഫ് എയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചാണ് എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ്. എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ് ആണ് പ്രോബബിലിറ്റി ഓഫ് എയുടെ ഇക്വേഷൻ. പ്രോബബിലിറ്റി ഓഫ് ബി ആണെങ്കിൽ എൻ ഓഫ് ബി ബൈ എൻ ഓഫ് എസ്. ഇവിടെ എന്ത് വരുന്നോ അത് മേളിൽ വരുന്നേ ഉള്ളൂ. ഇപ്പൊ എ വന്നാൽ മേളിൽ എൻ ഓഫ് എ, ബി വന്നാൽ മേളിൽ എൻ ഓഫ് ബി, അങ്ങനെ പോകും. അപ്പൊ നമുക്കിവിടെ പി ഓഫ് എ യൂണിയൻ ബി ആണ് വേണ്ടത്. ആ ഡെഫിനേഷൻ വെച്ചുകൊണ്ട് പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് കണ്ടോ, എൻ ഓഫ് എ യൂണിയൻ ബി ഡിവൈഡഡ് ബൈ, താഴെ എപ്പോഴും എൻ ഓഫ് എസ് ആണ്, അതിന് മാറ്റമൊന്നുമില്ല. എൻ ഓഫ് എ യൂണിയൻ ബി ബൈ എൻ ഓഫ് എസ്. ഇനി എൻ ഓഫ് എ യൂണിയൻ ബി സെറ്റിനകത്ത് പഠിച്ച ഇക്വേഷൻ നമ്മൾ കൊടുക്കുന്നു. എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ്. ഇത് സ്പ്ലിറ്റ് ചെയ്തു. ന്യൂമറേറ്റർ നമുക്ക് 3 ഉണ്ട്, ഡിനോമിനേറ്റർ ഒന്നേ ഉള്ളൂ. അപ്പൊ ന്യൂമറേറ്ററിനെ സ്പ്ലിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾക്ക് റിസൾട്ട് ഉള്ള എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ് പ്ലസ് എൻ ഓഫ് ബി ബൈ എൻ ഓഫ് എസ് മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ എൻ ഓഫ് എസ്. എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ് നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് എസ് ആണ്, പി ഓഫ് എസ് ആണ്, പ്ലസ് എൻ ഓഫ് ബി ബൈ എൻ ഓഫ് എസ് പ്രോബബിലിറ്റി ഓഫ് ബി
മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ എൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ആൻസർ ആയില്ലേ പി ഓഫ് എ യൂണിയൻ ബി. പി ഓഫ് എ യൂണിയൻ ബിയുടെ ആൻസർ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ആൻസർ ആയി. ഇത് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ചോദിക്കാം കേട്ടോ. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ചോദിച്ചാൽ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ ഈ എ ആൻഡ് ബി ആർ എനി ടു ഇവന്റ്സ് ദെൻ പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ എഴുതണം. പ്രൂഫ് വളരെ സിമ്പിൾ ആണ്. ഓർ തിരിച്ചിട്ടാം ഇന്റർസെക്ഷൻ ഇങ്ങോട്ടും യൂണിയനെ അങ്ങോട്ടും കൊണ്ടുപോയ രണ്ടാമത്തെ ഇക്വേഷനോ ഇത് രണ്ടും പഠിച്ചോണേ. അതാണ് അഡീഷൻ തിയറം. ഇനി വേറെ രണ്ട് തിയറം കൂടിയുണ്ട്. അടുത്ത തിയറം പറയുന്നതാണ് ഈ എ ആൻഡ് ബി ആർ എനി ടു എ ആൻഡ് ബി ആർ അല്ല എയും എ ഡാഷും നമുക്കറിയാം. എയും എ ഡാഷും എയിൽ ഇല്ലാത്തതല്ല വൈ ഡാഷിൽ വരുന്നത്, എ ഡാഷിൽ ഇല്ലാത്തതെല്ലാമാണ് എയിൽ വരുന്നത്. അപ്പം ഒരെണ്ണത്തിന്റെ പ്രോബബിലിറ്റി അറിയാമെങ്കിൽ എയുടെ പ്രോബബിലിറ്റി അറിയാമെങ്കിൽ എ ഡാഷിന്റെ പ്രോബബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1 മൈനസ് പി ഓഫ് എ. ഒന്നിൽ നിന്ന് പി ഓഫ് എ പ്രോബബിലിറ്റി ഓഫ് എ കുറച്ചാൽ മതി. ഓർ തിരിച്ചു എഴുതാം. പി ഓഫ് എ ഇങ്ങോട്ടും എ ഡാഷ് അങ്ങോട്ടും കൊണ്ടുപോയാൽ ഓർ പി ഓഫ് എ ഇസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ ഡാഷ്. എ അല്ലെ എ ഡാഷ് ഏതിന്റെ ഒരെണ്ണത്തിന്റെ പ്രോബബിലിറ്റി തന്നിട്ടുണ്ടെങ്കിൽ മറ്റേത് കണ്ടുപിടിക്കാം. 1ൽ നിന്ന് സെപ്പറേറ്റ് ചെയ്താൽ മതി. വളരെ സിമ്പിൾ ആണ്. എയും എ ഡാഷും എങ്ങനെയുള്ള ഇവന്റ്സാ? നമ്മുടെ സാമ്പിൾ സ്പേസ് ആണെങ്കിൽ എയിൽ ഇല്ലാത്തത് ഇത് എ ആണെങ്കിൽ അതിന്റെ വെളിയിലാണ് എ ഡാഷ് കംപ്ലീറ്റ്. എയിൽ ഇല്ലാത്തത് ഫുള്ളാണ് എ ഡാഷിൽ വരുന്നത്. അപ്പൊ നോക്കിയേ അതിന് കോമൺ ആയിട്ട് വല്ലതുണ്ടോ? ഒന്നുമില്ല. ഡിസ്ജോയിന്റ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സാ. എയിൽ ഇല്ലാത്തതൊക്കെ എ ഡാഷിൽ വരുന്നുള്ളൂ, കോമൺ ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഒരേ എ ആൻഡ് എ ഡാഷ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. തന്നെയുമല്ല ഫുൾ യൂണിയൻ എടുക്കുമ്പോൾ എയും എ ഡാഷും കൂടെ ഫുൾ യൂണിയൻ എടുക്കുമ്പോൾ എന്തും കിട്ടും? നമ്മുടെ സാമ്പിൾ സ്പേസും കിട്ടും. എ യൂണിയൻ എ ഡാഷ് ഇസ് ഈക്വൽ ടു സാമ്പിൾ സ്പേസ് എസ്. രണ്ടിടത്തും പ്രോബബിലിറ്റി അപ്ലൈ ചെയ്യാം. പി ഓഫ് എ യൂണിയൻ എ ഡാഷ് ഇസ് ഈക്വൽ ടു പി ഓഫ് എസ്. ഇനി നമ്മൾ സെക്കൻഡ് ആക്സിറ്റി തേർഡ് ആക്സിറ്റി പഠിച്ചായിരുന്നു. എയും ബിയും ഡിസ്ജോയിന്റ് ആണെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ യൂണിയന്റെ പ്രോബബിലിറ്റി എ യൂണിയൻ ബിയുടെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ കൂട്ടിയാൽ മതി. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. രണ്ടും രണ്ടായിട്ട് എടുക്കുന്നത്. ഡിസ്ജോയിന്റ് ആണെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ യൂണിയനിന്റെ പ്രോബബിലിറ്റിക്ക് പകരം കൂട്ടിയാൽ മതി. അത് നമ്മൾ തേർഡ് ആക്സിറ്റി പഠിച്ചതാണ്. അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നു. എയും എ ഡാഷും മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലേ? ബിയുടെ സ്ഥാനത്ത് എ ഡാഷ് ഒന്നേ ഉള്ളൂ. അപ്പൊ യൂണിയന്റെ പ്രോബബിലിറ്റിക്ക് പകരം സം ചെയ്യാം. പി ഓഫ് എ പ്ലസ് പി ഓഫ് എ ഡാഷ്. പിന്നെ സെക്കൻഡ് ആക്സിറ്റി നമ്മൾ പഠിച്ചായിരുന്നു പ്രോബബിലിറ്റി ഓഫ് എസ്. സാമ്പിൾ സ്പേസിന്റെ പ്രോബബിലിറ്റി 1. അപ്പൊ ഇതിന് വരെ 1 കൊടുക്കാം. ഇത് ആൻസർ ആയില്ലേ? പി ഓഫ് എ ഡാഷ് ഇസ് ഈക്വൽ ടു പി ഓഫ് എ അപ്പുറം ഉണ്ടായാൽ 1 മൈനസ് പി ഓഫ് എ വരും. പി ഓഫ് എ ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഡാഷിന് അപ്പുറം ഉണ്ടായാൽ 1 മൈനസ് പി ഓഫ് എ ഡാഷ് എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് സെക്കൻഡ് തിയറം. റിസൾട്ട് പഠിച്ച അഡീഷൻ തിയറം സ്റ്റേറ്റ്മെന്റും പ്രൂഫ് ഉൾപ്പെടെ പഠിക്കണം. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഈ റിസൾട്ട് പഠിച്ചു വെച്ചാൽ മതി. പ്രൂഫ് കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ, ജസ്റ്റ് നോക്കി വെച്ചേരും. ഇനി ഒരു തിയറം കൂടിയുണ്ട്. അതും കൂടെ കിട്ടിയാൽ നമുക്ക് അത് വെച്ച് പ്രോബ്ലംസ് ചെയ്യാം. അടുത്ത തിയറം പറയുന്നതാണ് പി ഓഫ് എ മൈനസ് ബി ഈക്വൽ ടു പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇത് നമ്മൾ എന്നെ വെച്ച് പഠിച്ചാ എൻ ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പഠിച്ചതാ. അതുപോലെ അത് വെച്ച് തന്നെ ഇവിടെ പ്രൂവ് ചെയ്യാം. പി ഓഫ് എ മൈനസ് ബി. പി ഓഫ് എ ആണെങ്കിൽ എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ് അല്ലേ? ഇവിടെ എൻ ഓഫ് എ മൈനസ് ബി ബൈ എൻ ഓഫ് എസ്. എൻ ഓഫ് എ മൈനസ് ബി ഇക്വേഷൻ നമ്മൾ സെറ്റിന്റെ അകത്ത് പഠിച്ചതാണ്. അത് നമ്മളിവിടെ ഉപയോഗിക്കുന്നു. എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ്. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പം എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ് മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ എൻ ഓഫ് എസ്. അതായത് പി ഓഫ് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസിന്റെ പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ എൻ ഓഫ് എസിന്റെ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. കണ്ടോ റിസൾട്ട്? ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഒന്നാമത്തെ പ്രോബ്ലം ഇതാണ്. എയും ബിയും രണ്ട് ഇവന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന്റെ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 3/5. പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 1/5. എയുടെയും ബിയുടെയും പ്രോബബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് എ ഓർ ബി. പി ഓഫ് എ ഓർ ബി, എ ഓർ ബി കണ്ടുപിടിക്കണം. അതിനായിട്ട് എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്ന് തന്നിട്ടുണ്ട്. പി ഓഫ് എ ഈക്വൽ ടു 3/5, പി ഓഫ് ബി ഈക്വൽ ടു 1/5. ഫൈൻഡ് പി ഓഫ് എ ഓർ ബി ഇഫ് എ ആൻഡ് ബി ആർ ഡിസ്ജോയിന്റ്. എയും ബിയും ഡിസ്ജോയിന്റ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് ആണെങ്കിൽ എ ഓർ ബിയുടെ പ്രോബബിലിറ്റി കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. എളുപ്പമാണ്. പി ഓഫ് എ ഓർ ബി ഇക്വേഷൻ എന്നാ? എ യൂണിയൻ ബി. സിമ്പിൾ ഇക്വേഷന്റെ സിമ്പിൾ, ഓറിന്റെ സിമ്പിൾ യൂണിയൻ ആണല്ലോ. ഇനി നമ്മൾ ഇവിടെ തന്നിട്ടുണ്ട് എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്ന്. എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയതുകൊണ്ട് തേർഡ് ആക്സിയം പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞ് സം ചെയ്താൽ മതി. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. കാരണം എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ആക്സിയം 3 മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. അപ്പൊ ആക്സിയം 3 വെച്ച്
എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ആക്സിയം 3 വെച്ച് യൂണിയന്റെ പ്രോബബിലിറ്റിക്ക് വരെ ആഡ് ചെയ്താൽ മതി. വാല്യൂസ് ഉണ്ടല്ലോ 3/5 പ്ലസ് 1/5. നമുക്ക് 5 കോമൺ ആയിട്ട് എടുക്കാം. 3 പ്ലസ് 1 ആൻസർ 4/5 കിട്ടും. അപ്പം പി ഓഫ് എ ഓർ ബിയുടെ വാല്യൂ 4/5 എന്ന് കിട്ടും. ഓക്കെ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് പി ഓഫ് ഇ രണ്ട് ഇവന്റ്സ് ഇയും എഫും. എയും ബിയും തന്നെ വരണം നിർബന്ധമൊന്നുമില്ല. ഇയും എഫോ വേറെ എന്തൊരു ലെറ്റർ വേണമെങ്കിലും വരാം. ഇയും എഫും രണ്ട് ഇവന്റ്സ്. ഇയുടെ എഫിന്റെ ഒക്കെ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. പി ഓഫ് ഇ എന്ന് പറയുന്നത് 1/4. പി ഓഫ് എഫ് എന്ന് പറയുന്നത് 1/2. പി ഓഫ് ഇ ആൻഡ് എഫ് അതും തന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് 1/8. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. 3 സംഗതികൾ കണ്ടുപിടിക്കണം. ഒന്നാമത്തത് പി ഓഫ് ഇ ഓർ എഫ് കാണണം. രണ്ടാമത്തത് പി ഓഫ് നോട്ട് ഇ ആൻഡ് നോട്ട് എഫ് കാണണം. ഇത് രണ്ടും കണ്ടുപിടിക്കാം. പി ഓഫ് ഇ ഓർ എഫും കാണണം, പി ഓഫ് നോട്ട് ഇ ആൻഡ് നോട്ട് എഫും കാണണം. ഈ രണ്ട് സംഗതികൾ നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം ഇതിനെയൊക്കെ 1/4 മുമ്പത്തെ ക്വസ്റ്റിനകത്ത് 2/5 ആയിരുന്നു. ചെയ്യാനെളുപ്പമുണ്ട്. ഇവിടെ by4/2 by8 ഡിഫറൻറ്റാ. നിങ്ങൾ അതിനെ പോയിന്റ് ആക്കി എഴുതുക. അത് സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പം. അപ്പോൾ പി ഓഫ് ഇ എന്ന് പറയുന്നത് 1/4നെ നമുക്ക് 0.25 എന്ന് എഴുതാം. പി ഓഫ് എഫ് എന്ന് പറയുന്നത് 1/2 അതിനെ 0.5 എന്ന് എഴുതാം. പി ഓഫ് ഇ ആൻഡ് എഫ് സിമ്പിൾ ഉപയോഗിക്കാം. ഇ ആൻഡ് എഫിനെ സിമ്പിൾ ഉപയോഗിച്ച് പി ഓഫ് ഇ ആൻഡിന്റെ സിമ്പിൾ എന്നാ ഇന്റർസെക്ഷൻ എഫ്. അത് 1/8 ആണ്. 0.125 വരും. ഇങ്ങനെ പോയിന്റ് ആക്കി എഴുതാം. ഇനി നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പി ഓഫ് ഇ ഓർ എഫ് ഓറിന്റെ സിമ്പിൾ എന്നാ ഓറിന്റെ ഇ യൂണിയൻ എഫ്. ഓറിൻ്റെത് ഇ യൂണിയൻ എഫ്. ഇനി നമുക്കത് എക്സ്പാൻഡ് ഇ യൂണിയൻ എഫിന്റെ ഇക്വേഷൻ പി ഓഫ് എ യൂണിയൻ ബി. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് ഇന്റർസെക്ഷൻ അല്ലേ. എയും ബി മാറ്റി ഇ എഫ് ആക്കുക. നിങ്ങൾ എയും ബി എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഇ എഫ് എഴുതിയാൽ മതി. പി ഓഫ് എ എന്ന് പറയുമ്പോൾ ഇ എഴുതിക്കോണം. പ്ലസ് പി ഓഫ് ബി എന്ന് പറയുമ്പോൾ പി ഓഫ് എഫ് എഴുതിക്കോണം. മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ്. എല്ലാത്തിൻ്റെയും വാല്യൂസ് വന്നിട്ടുണ്ട്. പി ഓഫ് ഇ 0.25, പി ഓഫ് എഫ് 0.5 മൈനസ് പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് 0.125. ഇത് സിംപ്ലിഫൈ ചെയ്യുക. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 0.75 വരും. മൈനസ് 0.125. 0.75 നിന്ന് 0.125 സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും 0.625 കിട്ടും. 0.625. ഓക്കെ, ഇനി അടുത്ത് പി ഓഫ് നോട്ട് ഇ ആൻഡ് നോട്ട് എഫ്. പി ഓഫ് നോട്ട് ഇ ആൻഡ് നോട്ട് എഫ് ഇത് കണ്ടുപിടിക്കണം. സിമ്പിൾ ഉപയോഗിക്കാം. പി ഓഫ് നോട്ട് ഇയുടെ സിമ്പിൾ ഇ ഡാഷ് ആൻഡ് ഇന്റർസെക്ഷൻ നോട്ട് എഫ് എഫ് ഡാഷ്. ഇനി നമ്മൾ ഡിമോർഗൻസ് ഇത് സെപ്പറേറ്റ് കോംപ്ലിമെന്റ് അല്ലേ. നമുക്ക് പി ഓഫ് ഇവന്റെ കോംപ്ലിമെന്റ് പി ഓഫ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ 1 - പി ഓഫ് എന്ന് എഴുതാം. അപ്പോൾ പി ഓഫ് എ ഡാഷ് മാത്രമായിരിക്കണം. ഇവിടെ പക്ഷേ എ ഡാഷ് ഇ ഡാഷ് കഴിഞ്ഞിട്ട് ഇന്റർസെക്ഷൻ ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് കോമൺ ആയിട്ട് ഹോൾ ഡാഷ് എന്നാണ്. അതിന് നമ്മൾ ഡിമോർഗൻസ് ലോ ഉപയോഗിക്കാം. ഡിമോർഗൻസ് ലോ നമ്മൾ സെറ്റിന്റെ അകത്ത് പഠിച്ചാണ്. ഡിമോർഗൻസ് ലോ എ യൂണിയൻ ബി ഹോൾ ഡാഷ് എന്ന് പറയുന്ന എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. സെപ്പറേറ്റ് കോംപ്ലിമെന്റ് വരുമ്പോൾ ഇന്റർസെക്ഷൻ ആണെങ്കിൽ നമുക്ക് യൂണിയൻ ഇട്ടിട്ട് ഹോൾ ഡാഷ് എടുക്കാം. അപ്പോൾ സെപ്പറേറ്റ് മാറ്റിയിട്ട് ഹോൾ കോംപ്ലിമെന്റ് ആവും. ഹോൾ കോംപ്ലിമെന്റ് വന്നാലേ നമുക്ക് പ്രോബബിലിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ഇവിടെ യൂണിയൻ ആയിരുന്നെങ്കിൽ റൈറ്റ് സൈഡിൽ യൂണിയൻ ആണെങ്കിൽ ഇവിടെ ഇന്റർസെക്ഷൻ വരും. ഇപ്പോൾ ലെഫ്റ്റിൽ ഇന്റർസെക്ഷൻ ആണെങ്കിൽ റൈറ്റിൽ യൂണിയനും, ലെഫ്റ്റിൽ യൂണിയൻ ആണെങ്കിൽ റൈറ്റിൽ ഇന്റർസെക്ഷനും. അത് ശ്രദ്ധിച്ചാൽ യൂണിയനും ഇന്റർസെക്ഷനും പരസ്പരം മാറും. വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പം നമുക്കിവിടെ പി ഓഫ് ഇ ഡാഷ് ഇന്റർസെക്ഷൻ എഫ് ഡാഷ് അല്ലേ. ഹോൾ ആക്കുമ്പോഴത്തേക്കും ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതുമ്പോൾ ഇന്റർസെക്ഷൻ മാറി യൂണിയൻ ഇ യൂണിയൻ എഫ്. ഇ ഡാഷ് ഇന്റർസെക്ഷൻ എഫ് ഡാഷിനെ ഇ യൂണിയൻ എഫ് ഹോൾ കോംപ്ലിമെന്റ് തരുന്നത്. അത് ഡിമോർഗൻസ് ലോയാണ്. ഇനി നമുക്കിവിടെ ഒന്ന് എഴുതാൻ എളുപ്പത്തിന് ഞാൻ ഇവിടെ പി ഓഫ് ഇ യൂണിയൻ എഫിന് എ എന്ന് കൊടുക്കണം. അപ്പം എ ഡാഷ് എന്ന് വരും. എ എന്ന് പറയുന്നത് ഇ യൂണിയൻ എഫ്. ഇത് എഴുതണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ എളുപ്പത്തിന് ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. ഇ യൂണിയൻ എഫിനെ എ എന്ന് കൊടുത്താൽ ഇ യൂണിയൻ എഫിന്റെ കോംപ്ലിമെന്റിന് എ കോംപ്ലിമെന്റ് തരാം. പി ഓഫ് എ കോംപ്ലിമെന്റ് തീരെ അപ്ലൈ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് എഴുതുക. പി ഓഫ് എ കോംപ്ലിമെന്റ് നമുക്കറിയാം 1 - പി ഓഫ് എ നമ്മൾ പ്രൂവ് ചെയ്തില്ലേ. ഇനി എയുടെ വാല്യൂ തിരിച്ചിട്ട് കൊടുക്കുക. 1 - പി ഓഫ് എ എന്ന് പറഞ്ഞ ഇ യൂണിയൻ എഫ് സീക്വൽ ടു 1 - പി ഓഫ് ഇ യൂണിയൻ എഫ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് അതിന്റെ വാല്യൂ 0.625. 1ൽ നിന്ന് 0.625 കുറയ്ക്കുമ്പോൾ 0.375 വരും. കണ്ടുപിടിച്ച് വരുമ്പോൾ ഒരിക്കലും 1 കൂടിയാക്കരുത് കേട്ടോ. നെഗറ്റീവ് വരരുത്. പ്രോബബിലിറ്റി എപ്പോഴും 0യുടെ 1ന്റെ ഇടയ്ക്കാണ് കിടക്കുന്നത്. അത് ഓർക്കണം. ഓക്കെ ആയില്ലേ? ക്വസ്റ്റ്യൻ ഓക്കെ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക്
such that P of not E or not F. P of not E or not F. ഇതിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. നോട്ട് ഇ ഓർ നോട്ട് എഫിന്റെ വാല്യൂ 0.25 ആണ്. 0.25 ആണ്. ഇത്രയാണ് തന്നിട്ടുള്ളൂ. ഇ എഫിന്റെ രണ്ട് ഇവന്റ്സ് സച്ച് ദാറ്റ് പി എഫ് നോട്ട് ഇ ഓർ നോട്ട് എഫ് എന്ന് പറഞ്ഞാൽ 0.25. സ്റ്റേറ്റ് വെദർ ഇ ആൻഡ് എഫ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഓർ നോട്ട്. ഇയും എഫും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇയും എഫും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവണമെങ്കിൽ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അത് ആവണമെങ്കിൽ ഇയും എഫും ഇന്റർസെക്ഷൻ 5 വരണം. ആവണമെങ്കിൽ ഇന്റർസെക്ഷൻ 5 വരണം. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇന്റർസെക്ഷൻ 5 അല്ലേ. അതായത് ഈ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുമ്പോൾ അതായത് ഇതിന്റെ പ്രോബബിലിറ്റി എടുക്കുമ്പോൾ 5യുടെ പ്രോബബിലിറ്റി 0. പ്രോബബിലിറ്റി ഒന്നെങ്കിൽ ഈ ഇന്റർസെക്ഷൻ എഫ് 5 എന്ന് കിട്ടുക, അല്ലെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി 0 എന്ന് കിട്ടുക. ഇതിലേതെങ്കിലും കിട്ടിയാൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അപ്പൊ നമുക്ക് നോക്കാം. ആകെപ്പാടെ തന്നിരിക്കുന്നത് ഈ ഒരു കണ്ടീഷനാണ്. അത് വെച്ച് മുന്നോട്ട് പോകാം. നമ്മൾ ഇതിനെ സിമ്പിൾ ഉപയോഗിക്കുന്നത് നോട്ട് ഇ, ഇ ഡാഷ് ഓർ യൂണിയൻ നോട്ട് എഫ്, എഫ് ഡാഷ് is equal to 0.25. ഇനി നമ്മൾ ഡിമോർഗൻസ് ലോ യൂണിയൻ വരുമ്പോൾ ഹോൾ കോംപ്ലിമെന്റ് ആക്കാൻ വേണ്ടി നമ്മൾ മുമ്പ് എഴുതില്ല ഡിമോർഗൻസ് ലോ. എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് വന്നാൽ എ യൂണിയൻ ഇന്റർസെക്ഷൻ മാറ്റി യൂണിയൻ ആക്കി ഹോൾ കോംപ്ലിമെന്റ് ആക്കിയാൽ മതി. അല്ല, ഇവിടെ യൂണിയൻ അല്ലേ. യൂണിയൻ വരുമ്പോൾ ഇവിടെ ഇന്റർസെക്ഷൻ. അപ്പൊ നമുക്കിവിടെ ഈ ഇന്റർസെക്ഷൻ എഫ് എന്ന് എഴുതാം, ഹോൾ ഡാഷ് ഇനി എഴുതാം. ഈക്വൽ ടു 0.25. അതവിടെ കണ്ടോട്ടെ. ഇനി നമ്മൾ ഇതിനെ ചെയ്യാൻ എളുപ്പത്തിന് പി ഓഫ് എ ഡാഷ് എന്നാക്കുന്നു 0.25. എ എന്ന് പറയുന്നത് ഈ ഇന്റർസെക്ഷൻ എഫ് നമ്മൾ തിയറി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പി ഓഫ് എ ഡാഷ് 1 മൈനസ് പി ഓഫ് എ 0.25. ഇനി എയുടെ വാല്യൂ തിരിച്ചിട്ടു, അല്ലെങ്കിൽ നമുക്ക് 1 മൈനസ് പി ഓഫ് എക്ക് വരെ ഈ ഇന്റർസെക്ഷൻ എഫ് ഈക്വൽ ടു 0.25. ഇതിന് നമുക്ക് ഈ ഇന്റർസെക്ഷൻ എഫ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അത് റൈറ്റ് സൈഡിൽ കൊണ്ടുപോയിട്ട് മൈനസ് ആയിക്കൊണ്ട് അത് ഇപ്പറേം കൊണ്ടുവരാം. അപ്പം 1 മൈനസ് 0.25 ഈക്വൽ ടു പ്രോബബിലിറ്റി ദാറ്റ് ഈ ഇന്റർസെക്ഷൻ എഫ്, അതായത് 0.75 ഈക്വൽ ടു പി ഓഫ് ഈ ഇന്റർസെക്ഷൻ എഫ്. നോക്കിയേ, പി ഓഫ് ഇന്റർസെക്ഷൻ എഫ് 0 എന്ന് കിട്ടിയോ? 0 ആണ് കിട്ടേണ്ടത്. 0 കിട്ടിയില്ല. നോട്ട് ഈക്വൽ ടു 0 നോട്ട് ഈക്വൽ ടു 0 ആണ്. 0.75 ആണ് കിട്ടിയത്. അതൊരിക്കലും 0 അല്ല. അതുകൊണ്ട് ഈ എഫും ഒരിക്കലും മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല. ഈ എഫും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് അല്ല. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി. Find the probability of getting 53 Sundays in a leap year. 53 Sundays. 53 Sundays in leap year. ലീപ് ഇയറിന്റെ പ്രത്യേകത എന്നാ? അതായത് ലീപ് ഇയറിൽ 53 സൺഡേ വരെയുള്ള പ്രോബബിലിറ്റി ചോദിച്ചിരിക്കുന്നത്. ലീപ് ഇയറിന്റെ പ്രത്യേകത എന്നാ? 366 ഡേയ്സ് ഉണ്ട്. ലീപ് ഇയറിൽ ആകെ 366 ഡേയ്സ് ഉണ്ട്. അപ്പൊ നമുക്കതിനൊന്ന് ഒരു ആഴ്ച എന്ന് പറയുന്നത് 7 ദിവസം അറിയാമല്ലോ. അപ്പൊ എത്ര ആഴ്ചയുണ്ടെന്ന് നമുക്ക് നോക്കാം. എത്ര കംപ്ലീറ്റ് വീക്സ് ഉണ്ടെന്ന് നമുക്ക് ആദ്യം നോക്കാം. 366 7 വെച്ച് ഡിവൈഡ് ചെയ്യാം. 366 7 വെച്ച് ഡിവൈഡ് ചെയ്യാം. 3 36 5. അപ്പൊ 35 വരും. ശിഷ്ടം 1. 16 2. അപ്പം 14 വരും. ശിഷ്ടം 2. അപ്പൊ എന്താണ് 52 കംപ്ലീറ്റ് വീക്സ് ഉണ്ട്. കംപ്ലീറ്റ് വീക്സ് 52. അപ്പൊ 366 ഡേയ്സിന് 52 കംപ്ലീറ്റ് വീക്സ് and 2 days extra. 2 days കൂടി വരുന്നുണ്ട്. 52 ആഴ്ച കംപ്ലീറ്റ് വരുന്നത്. അതായത് സൺഡേ തൊട്ട് സാറ്റർഡേ വരെ എല്ലാ ദിവസവും 52 ഉറപ്പായിട്ടുണ്ട്. പിന്നെ 2 ദിവസം മിച്ചമുണ്ട്. അപ്പൊ 53 ആവണമെങ്കിൽ ഈ മിച്ചമുള്ള 2 ദിവസത്തിൽ സൺഡേ വരണം. അപ്പൊ മിച്ചമുള്ള ദിവസത്തിന്റെ പോസിബിലിറ്റീസ് നമുക്ക് എഴുതാം. അപ്പൊ നിങ്ങൾ ഈ 366 ദിവസത്തിന്റെ നോക്കണ്ട, ഈ 2 ദിവസത്തിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. 366 52 കംപ്ലീറ്റ് ആഴ്ചകളുണ്ട്. അതായത് 364 ദിവസത്തിന്റെ കാര്യം നോക്കണ്ട, അത് കംപ്ലീറ്റ് 52 ഉണ്ട്. പിന്നെ എക്സ്ട്രാ ഒരെണ്ണം കൂടെ വരുന്നുണ്ട്. അത് ഈ റിമൈനിങ് 2 ഡേയ്സ് നോക്കിയാൽ മതി. ആ 2 ഡേയ്സിന്റെ പോസിബിലിറ്റീസ് എല്ലാം നമുക്ക് എഴുതാം. അത് നമുക്ക് സാമ്പിൾ സ്പേസ് ആയിട്ട് എടുക്കാം. അപ്പൊ സാമ്പിൾ സ്പേസ് എസ് എന്ന് പറയുന്ന ആ റിമൈനിങ് 2 ഡേയ്സിന്റെ കോമ്പിനേഷൻസ് എല്ലാം എഴുതുക. റിമൈനിങ് 2 ഡേയ്സ് നമ്മൾ അടുത്തടുത്ത് വരണം. അപ്പൊ സൺഡേ വന്നാൽ അതിന്റെ കൂടെ മൺഡേ വരണം. സൺഡേ മൺഡേ ഒരു പോസിബിലിറ്റിയാണ്, 2 ദിവസം അടുപ്പിച്ച് വരുന്നു. അടുത്തത് മൺഡേ ട്യൂസ്ഡേ വരാം. മൺഡേ ആൻഡ് ട്യൂസ്ഡേ. പിന്നെ ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ. പിന്നെ വെനസ്ഡേ ആൻഡ് തേഴ്സ്ഡേ. തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ. ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ. സാറ്റർഡേ ആൻഡ് സൺഡേ. ഇനി വരുന്ന സൺഡേ ആൻഡ് മൺഡേ. അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത്രയും പോസിബിലിറ്റീസ് ആകെ ഉള്ളൂ. 2 ദിവസം മിച്ചമുള്ള 2 ദിവസം വരാനുള്ള പോസിബിലിറ്റീസ് ആകെ ഉള്ളൂ. ഇതപ്പോ സാമ്പിൾ സ്പേസ് ആയിട്ട് വരുവേ.
അപ്പൊ സാമ്പിൾ സ്പേസിന്റെ എണ്ണം നമുക്ക് എഴുതാം. NF അത് 7 എണ്ണം ഉണ്ട്. 1 2 3 7 എണ്ണം. ഇനി നമ്മൾ ഇവന്റ് എ ആയിട്ട് എടുക്കുന്നു. 53 സൺഡേസ്, 53 സൺഡേ വരണം. 53 സൺഡേ വരണം. 52 ഓൾറെഡി ഉണ്ട്. രണ്ടെണ്ണം, പിന്നെ ഒരു സൺഡേ കൂടെ വന്നാൽ മതി. ഒരു സൺഡേ വരണമെങ്കിൽ പോസിബിലിറ്റീസ് ഏതൊക്കെയാ? ഒന്നെങ്കിൽ ഈ പോസിബിലിറ്റി വരണം, അല്ലെങ്കിൽ ഈ പോസിബിലിറ്റി ഉണ്ട്. 2 പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് സെറ്റ് ആയിട്ട് സൺഡേ ആൻഡ് മൺഡേ ഒരു പോസിബിലിറ്റി. ഇത് വന്നാൽ ഒരു സൺഡേ കൂടെ എക്സ്ട്രാ വരും, 53 ആവും. അല്ലെങ്കിൽ സാറ്റർഡേ ആൻഡ് സൺഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ വന്നാലും ഒരു സൺഡേ കയറി വരും. അപ്പൊ ഈ 2 പോസിബിലിറ്റിയേ ഉള്ളൂ. അപ്പൊ NF എന്ന് പറയുന്നത് രണ്ട് പോസിബിലിറ്റിയേ ഉള്ളൂ. അപ്പൊ 53 സൺഡേ വരണമെങ്കിൽ റിമൈനിങ് 2 ഡേയ്സിൽ ഒരു സൺഡേ വരണം. ആ സൺഡേ ഉള്ള പോസിബിലിറ്റീസ് പറഞ്ഞാൽ ഒരെണ്ണം സൺഡേ ആൻഡ് മൺഡേ, അടുത്ത സാറ്റർഡേ ആൻഡ് സൺഡേ, വേറെ ഒന്നിനും സൺഡേ ഇല്ല. 2 പോസിബിലിറ്റി ഉള്ളൂ. അപ്പൊ നമുക്ക് എയുടെ പ്രോബബിലിറ്റി അല്ലേ കണ്ടേ? 53 സൺഡേസിന്റെ പ്രോബബിലിറ്റി അല്ലേ P of A, ഇക്വേഷൻ NF(A) by NF(S), NF(A) 2 by NF(S) 7. ഇതാണ് പ്രോബബിലിറ്റി. ഇനി സപ്പോസ് നോൺ ലീപ് ഇയർ ആണ് ചോദിക്കുന്നതെങ്കിൽ, ലീപ് ഇയർ അല്ല നോൺ ലീപ് ഇയർ, ഈ ക്വസ്റ്റ്യൻ വെച്ച് തന്നെ ചോദിക്കാം. സൺഡേ തന്നെ പറഞ്ഞതിൽ ഏത് ദിവസം വരാം കേട്ടോ. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് 365 ഉള്ളൂ. അപ്പൊ 365നെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ വരുമ്പോൾ റിമൈനിങ് 1 ഡേ വരും, ഒരു ദിവസമേ വരുള്ളൂ. അപ്പോൾ ഒരു ദിവസം സൺഡേ വന്നാലേ 53 ആവുള്ളൂ. 52 കംപ്ലീറ്റ് ഉള്ളൂ, ഒരു ദിവസം ഉണ്ട്. അപ്പൊ സാമ്പിൾ സ്പേസിന് ഒരെണ്ണത്തിന്റെ എഴുതിയാൽ മതി. സൺഡേ ഒരെണ്ണം വരാം, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഇത് 7 പോസിബിലിറ്റി. ഇവിടെ NF(S) 7 ഉണ്ട്. നോൺ ലീപ് ഇയർ വന്നാൽ ഒരു ദിവസം മിച്ചുള്ളൂ. ഒരെണ്ണം വരാനുള്ള പോസിബിലിറ്റീസ് ടോട്ടൽ ഇത്രയാണ്. അത് NF(S) 7. 7 പറയുമ്പോൾ 53 സൺഡേ കിട്ടുമ്പോൾ ഒറ്റ ഒരു പോസിബിലിറ്റി ഉള്ളൂ, സൺഡേ മാത്രം. സൺഡേ മാത്രമേ ഉള്ളൂ. NF(A) 1 വരും. ആ കേസിൽ 1/7. അപ്പൊ ലീപ് ഇയറിന് 2/7, നോൺ ലീപ് ഇയറിന് 1/7. ഓക്കെ അല്ലേ? ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം.